ഹായ് ഗായ്സ്, നമ്മളിന്ന് മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ കാണാൻ പോകുന്നത്. അപ്പോൾ കാറിൽ കയറിയപ്പോൾ തന്നെ നല്ല ഉറക്കുക. ഇന്നൂസ് ഉണ്ട് കൂടെ. അങ്ങനെ നമ്മൾ തോട്ടോടൊക്കെ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്കായി. പിന്നെ എത്താൻ ലേറ്റായി. നമ്മൾ അങ്ങനെ എത്തി, ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ പലതരത്തിലുള്ള ഉടുമ്പും ഓന്തുകളും ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഉള്ളിലാണ് മീനുകളും താറാവ്, പൂച്ച, അവിടെ ബംഗാൾ കാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ബംഗാൾ കാറ്റിനെ കാണുന്നത്. പിന്നെ 2 വലിയ അരയണ്ണങ്ങളുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള, കാണാൻ ബ്ലാക്ക് കളറിൽ. തത്തമ്മയുടെ സെക്ഷനിൽ വരുമ്പോൾ പലതരത്തിലുള്ള തത്തമ്മയുടെ കളറായിട്ടുള്ളയും പിന്നെ കപ്പിൾസ് ആയിട്ടുള്ളയും സിംഗിൾ ആയിട്ടുള്ളയും ഒക്കെ ഉണ്ട്. ഇവിടെ വെറൈറ്റി എന്ന് പറയുന്നത് 2 ഉണ്ട്. അപ്പോൾ ഒന്ന് ചെറിയ പശു, ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ ചെറിയ പശുവും പിന്നെ കുള്ളം കഴുതയും, ഏതൊരു ഇനത്തിൽപ്പെട്ട കഴുതയാണെന്നാണ് പറഞ്ഞത്. പിന്നെ പലതരത്തിലുള്ള കോഴി. പിന്നെ നമുക്ക് ഒരു ടിക്കറ്റിൽ ഒരാൾക്ക് 3 ഓപ്ഷൻസാണ്. ഒന്ന് ഇക്വാന, ഒന്ന് പാമ്പ്, ഒന്ന് മെക്കാവും. അപ്പോൾ ഇക്വാനെ എടുത്ത് ഇന്നൂസ് ഇവിടുന്ന് പോകുമ്പേ പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ എടുക്കാൻ. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ അവൾക്ക് പേടിയായി. പിന്നെ ലാസ്റ്റുള്ളത് മെക്കാവിന് കുറേ ആളുണ്ട്. പേടിയില്ലാണ്ട് എടുക്കാൻ വേണ്ടി തോന്നിയിട്ടാവും അതെടുക്കുന്നത്. എടുത്തപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു, കാരണം അത് കൊത്തുമോ എന്നുള്ളൊരു ഡൗട്ടിലാണ് എടുക്കുന്നത് എല്ലാവരും. പിന്നെ നമുക്ക് കയറുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് തരും. അപ്പോൾ അത് ആദ്യത്തൊക്കെ ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള ഫിഷിനെ ഇവിടെ ഫീഡ് ചെയ്തു പറഞ്ഞിട്ട് അവർ തുറന്നു തരും. അങ്ങനെ ഇന്നൂസും ഷാലുമൊക്കെ ഫീഡ് ചെയ്ത് എനിക്ക് കൈയിടാൻ നല്ല പേടിയുള്ളതുകൊണ്ട് ഞാനിട്ടില്ല. പിന്നെ നമ്മൾ അടുത്തിൽ കാണുമ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മറ്റേ ചെറിയ മോഗ്ലി ആയിട്ടുള്ള കുറേ എണ്ണമുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ പലതരത്തിലുള്ള പക്ഷികളും പ്രാവുകളും, ഒരു സെക്ഷൻ തന്നെ പ്രാവും പക്ഷിയായിട്ട് പല കളറിലും പല സൈസിലൊക്കെ ഉള്ളതുണ്ട്. ഞാനും ഇന്നൂസും കാര്യമായിട്ട് പരിധി വെച്ചാൽ പേർഷ്യൻ കാറ്റിനെയാണ്, പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ കണ്ടാൽ വെച്ചാൽ 2 വെള്ള എലി. അപ്പോൾ നമ്മളിവിടെ പെരിച്ചായി എന്നാണ് പറയുക. അത് കറക്റ്റ് പേരെന്താണെന്നറിയില്ല. അറിയുന്ന ആരെങ്കിലും കമൻറ്റ് ചെയ്തോ. പിന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു സെക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ്. കാരണം നല്ല കളർഫുള്ളായിട്ടുള്ള മീൻ, അട്രാക്റ്റ് ചെയ്യുന്ന കളറ്, മറ്റേ കട്ടി യെല്ലോ, ബ്ലാക്ക്, നീലൊക്കെ ആയിട്ടുള്ള, അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനും ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റിയൊരു സെക്ഷനായിട്ട് ഈ 2 ഭാഗങ്ങൾ ഉണ്ട്. ഞാനും ഒരു ദിവസം കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടൊക്കെ പേർഷ്യൻ കാറ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ ഇല്ലയെന്നൊക്കെ വിചാരിച്ച് ലാസ്റ്റ് കിട്ടി. ഞാനതിനെ കുറേ നേരം തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, തൊടുമ്പോൾ നല്ല കൂളായിട്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് കീരി, പാമ്പ്, പിന്നെ എലി, ചെറിയ എലി, വെള്ള കളർഫുള്ളായിട്ടുള്ള എലി, അങ്ങനെ പലതരത്തിലുള്ള ചെറുത് മുതൽ വലുത് വരെയുള്ള എലിയും പിന്നെ സ്പൈഡറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇറങ്ങുന്ന ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ ടോയ്സും കീ ചെയിൻസും ഇതൊക്കെ വെക്കുന്നത്. പിന്നെ കുതിരയില്ല വിചാരിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ കുതിരയുണ്ട്, വലിയ ഒരു വെള്ള കുതിര. നമ്മൾ കുതിരനോടും ബൈ ബൈ പറഞ്ഞ് നേരെ മുന്നിലുള്ള ബീച്ചിലേക്കാണ് ഇറങ്ങിയത്. അവിടുന്ന് ജസ്റ്റ് ഒന്ന് സൺസെറ്റ് കണ്ട് അവിടുന്ന് കയറി പിന്നെ ഉപ്പിലിട്ടൊക്കെ വാങ്ങിച്ച് കഴിച്ച് നേരെ നമ്മൾ തലശ്ശേരിയിലേക്ക് വിട്ടു. 3.5 മണിക്കൂറത്തെ ബ്ലോക്കുകൾക്ക് ശേഷം നമ്മൾ തലശ്ശേരിയിലേക്ക് എത്തി ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.